നമുക്കിവിടെ ഡേഞ്ചർ മൂലല്ലേ ആക്സിഡൻ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞില്ലേ ഈ സാധനമൊക്കെ വെക്കാൻ കുറേ പരിപാടികൾ ഞങ്ങൾ നോക്കുന്നുണ്ട്. എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. മിററ് മാത്രം കാര്യമില്ല, ഇപ്പോൾ ബോർഡ് അത് മാത്രമല്ല. ഇപ്പോൾ ഇവിടെ വല്ല പെട്ടെന്ന് വല്ല അത്യാവശ്യം വന്നാൽ ഇവിടെ ഞങ്ങൾ ആരും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആംബുലൻസിൻ്റെ നമ്പറൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ആരും ഇല്ലെങ്കിലും. അപ്പോൾ അതൊക്കെ മതിലുമ്പോൾ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ആക്സിഡൻ്റ് ആയ വണ്ടികളൊക്കെ കിട്ടാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് 24 മണിക്കൂറുണ്ട്, കുഴപ്പമില്ല. ഞങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തോളാം. പക്ഷേ നമുക്ക് ആക്സിഡൻറ്റ് വരാണ്ട് നോക്കണം. അതിന് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് നോക്കിയാൽ ഈ മിറർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂടാ. നമുക്കൊക്കെ ഒരു സാമ്പത്തികമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ആക്സിഡൻറ്റാണ്. നമുക്ക് എന്താ പറയുക, എല്ലാവരും ഈ ഒരുപാട് ആഗ്രഹങ്ങളിൽ പോകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആക്സിഡൻറ്റുകൾ നമുക്ക് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും. അപ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ കുറേ ഒരു പ്ലാനൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ അത് ഇത്തിരി സാമ്പത്തികമായിട്ട് ഇത്തിരി എന്താ പറയുക, ഇത്തിരി സാമ്പത്തികമായിട്ട് കുറച്ച് കാശ് ആവശ്യമുള്ള ഒരു കേസാണ്. ആ ലൈറ്റ് പറഞ്ഞ് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ സിഗ്നൽ ലൈറ്റ് പോലെ സോളാറിൽ ഇവിടെ ഈ സൈഡിൽ എവിടെയെങ്കിലും, അതേപോലെ ബോർഡും ഇങ്ങനെ നമ്മളിങ്ങനെ സോളാറിൽ കത്തണ ബോർഡും ഇരിങ്ങാലക്കുട ആരോ അത് രാത്രി പ്രോബ്ലംസ് കുറയ്ക്കാനായിട്ട് ഈ മൂലല്ലേ. അപ്പോൾ അതിന് സാമ്പത്തികമായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരു 10,000 രൂപ അടുത്ത് തന്നെ ഉണ്ട്. അത് സോളാറിൻ്റെ വലിയൊരു ലൈറ്റും സിസ്റ്റം ഇതൊക്കെ കൂടി സെറ്റ് ചെയ്യാൻ ഒരു ടീമിനോട് നമ്മൾ ചോദിച്ചപ്പോൾ താല്പര്യം ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെമ്പർ നമുക്കിവിടെ ആരെങ്കിലും ആയിട്ടാ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും സംഘടനയായിട്ടാ, അല്ലെങ്കിൽ ഇവിടെ മെമ്പറായിട്ടാ, പഞ്ചായത്ത് പ്രസിഡൻ്റാ, അങ്ങനെ ആരെങ്കിലും ഇവിടെ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ മുഖേന അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുകയാണെങ്കിൽ അതൊരു വളരെ ഉപകാരമായിരിക്കും കേട്ടോ. ഇത് ജസ്റ്റ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഇത് എന്നും കാണണത് ഇവിടെ ആക്സിഡൻറ്റുകൾ. ഇന്നലെ തന്നെ ഉറങ്ങിയിട്ടില്ല, ഒരു കിടാവ് സൈക്കിളും കൊണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് വന്ന കാറ് ഒരു വരവാ നേരെ അങ്ങോട്ട് പോയി. ആ കൊച്ചു പേടിച്ച് പോയി. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും ഇത് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ, വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കും ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വലിയ സംഭവം എന്ന്. പക്ഷെ നമ്മുടെ കുട്ടികൾ സൈക്കിളും ബൈക്കൊക്കെ കൊണ്ട് റോട്ടിൽ കൂടെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് അത് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അപകടം പിടിച്ചൊരു സ്ഥലമാണ്. ഇത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത് ചെയ്യാൻ പറയണത്. എത്രയും പെട്ടെന്ന് ഇത് ചെയ്തില്ലെങ്കിൽ വളരെ എന്താ പറയുക, ഒരു വലിയൊരു അപകടം ഉണ്ടായിട്ട് നമ്മൾ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ലെന്ന്. അതാണ് നമ്മൾ ഈ രാവും പകലാണ്ട് ഞങ്ങൾ ഇവിടെ ഉള്ള പിള്ളേരുകളൊക്കെ ഈ പറഞ്ഞ എല്ലാവരും പിന്നാലെ നടക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തീവ്രത എന്താണെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവുള്ളൂ. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ജീവൻ ആർക്കും നഷ്ടപ്പെടാത്തത്. ആക്സിഡൻറ്റുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കാം. ഓക്കെ.